നമസ്കാരം. +1 ഫിസിക്സിലെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ? സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കാം. എവറി ബോഡി ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട്സ് എവറി അതർ ബോഡി with a force which is directly proportional to the product of their masses and inversely proportional to the square of the distance. അപ്പോൾ മാത്തമാറ്റിക്കലി നോക്കുകയാണെങ്കിൽ F proportional to m1 m2 എന്ന് പറയാം. അതുപോലെ തന്നെ F proportional to 1 by r square, inversely proportional to square of distance, അത് F proportional to 1 by r square എന്ന് എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ we can write F proportional to m1 m2 divided by r square, or F equal to a constant g into m1 m2 divided by r square. അപ്പോൾ ഇതാണ് ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ഫോം എന്ന് പറയുന്നത്. F equal to g m1 m2 by r square. എന്തുകൊണ്ടാണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്നറിയപ്പെടുന്നത്? ബിക്കോസ് this is obeyed by all the objects in the universe. G is the constant of proportionality known as universal constant of gravitation. Universal gravitational constant എന്നറിയപ്പെടുന്ന വാല്യൂ ആണ് G. ഫോഴ്സ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് നമുക്കറിയാം. സോ ഇൻ വെക്റ്റർ ഫോം it can be written as vector F equal to g m1 m2 by r square r cap, vector formula എഴുതുമ്പോൾ, where r cap denotes the direction of the force. അതായത് ഫോഴ്സിന്റെ ഡയറക്ഷൻ ഏതാണോ ആ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ ആണ് r cap. അപ്പോൾ r cap gives the direction of f12. then what is the direction of f21? അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ, മൈനസ് ആർ ക്യാപ്പ് എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ m1ൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് m2ന് അടുത്തേക്ക്, അതാണ് ആർ ക്യാപ്പിന്റെ ഡയറക്ഷൻ. അതേസമയം m2ൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് m1ന്റെ അടുത്തേക്കാണ്, അത് മൈനസ് ആർ ക്യാപ്പ് എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്കിത് വെക്റ്റർ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാം. വെക്റ്റർ f12 ഈക്വൽ ടു g m1 m2 by r square r cap. Also vector f21 equal to g m1 m2 by r square minus r cap. Equations മനസ്സിലാവും, രണ്ട് ഫോഴ്സസും സെയിം മാഗ്നിറ്റ്യൂഡ് ആണ്, g m1 m2 by r square. അതാണ് f12 എന്ന ഫോഴ്സിന്റെയും f21 എന്ന ഫോഴ്സിന്റെയും മാഗ്നിറ്റ്യൂഡ്. പിന്നെ ഏതിലാണ് വ്യത്യാസമുള്ളത്? ഓൺലി ദ ഡയറക്ഷൻ. ഓക്കെ, m1ൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷനും m2ൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷനും ഓപ്പോസിറ്റ് ആണെന്ന് കാണാം. സോ വി ക്യാൻ റൈറ്റ് f12 ഈക്വൽ ടു മൈനസ് f21. The value of g is found to be 6.67 into 10 raised to minus 11 Newton meter square per kilogram square. ഒന്ന് ഗ്രാവിറ്റേഷൻ ഫോഴ്സസ് അട്രാക്റ്റീവ് ഇൻ നേച്ചർ, മറ്റൊന്ന് ഇറ്റ്സ് എ ലോങ് റേഞ്ച് ഫോഴ്സ്. മറ്റൊരു പോയിന്റ്, the force of attraction between a hollow spherical shell of uniform density and a point mass situated outside is just as if the entire mass of the shell is concentrated at the center of the shell. Then we'll consider acceleration due to gravity of earth. അപ്പോൾ നമുക്കറിയാം ഏതൊരു ഒബ്ജക്റ്റിനും മറ്റേതൊരു ഒബ്ജക്റ്റിനെയും അട്രാക്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. കാരണം whenever there is a force there will be an acceleration. ഫോഴ്സ് എവിടെ ആക്ട് ചെയ്യുന്നോ അവിടെ ഒരു ആക്സിലറേഷൻ ഉണ്ടാവും. അപ്പോ ആ ഒരു ആക്സിലറേഷനെയാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് ദ ആക്സിലറേഷൻ ഡ്യൂ ടു ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് exerted by the earth on other bodies. We'll consider the relation F equal to ma. നമുക്ക് പരിചയമുള്ള റിലേഷൻ ആണ് F equal to ma. ഈ എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടുണ്ടാവുന്ന അട്രാക്ഷൻ, അതുകൊണ്ടുണ്ടാവുന്ന ആക്സിലറേഷൻ ആയതുകൊണ്ട് നമുക്ക് എക്ക് പകരം ജി എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് acceleration due to gravity. അപ്പോൾ F equal to ma എന്നുള്ള റിലേഷൻ we can write it as F equal to mg. Let it be equation number 1. രണ്ടാമത് ഫോഴ്സിനുള്ള ഇക്വേഷൻ നമുക്കറിയാം, g me m divided by re square. അതിൽ me മാസ് ഓഫ് എർത്ത് ആണ്, re റേഡിയസ് ഓഫ് എർത്ത്, m ഏത് ബോഡിയാണോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ബോഡിയുടെ മാസ്. സോ g me m by re square. ഇക്വേഷൻ നമ്പർ 2 ആണെന്ന് വിചാരിക്കുക.
Now compare equations 1 and 2. എന്ന് പറഞ്ഞാൽ mg equal to gmem by re square. അവിടെ m രണ്ട് ഭാഗത്തുള്ളതുകൊണ്ട് ക്യാൻസൽ ചെയ്യാം. So you'll get g equal to small g equal to capital G me divided by re square. Okay, g another, it is acceleration due to gravity of earth equal to capital G me divided by re square. Our equation is clear. It is independent of mass of the body m. It does not depend on mass of the body. ഏത് ബോഡി നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും എർത്ത് കാരണമുള്ള അതിൻ്റെ ആക്സലറേഷൻ സെയിം ആയിരിക്കും. വേരിയേഷൻ ഇൻ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് റെസ്പെക്ട് ടു ഹൈറ്റ് ആൻഡ് ഡെപ്ത് ആണ് പഠിക്കാൻ പോകുന്നത്. സോ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എബവ് ദ സർഫസ് ഓഫ് എർത്ത്. സോ സപ്പോസ് ദിസ് ഇസ് അവർ എർത്ത്. ഇവിടെ നമ്മൾ പി എന്നുള്ളൊരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്. ഇറ്റ് ഈസ് അറ്റ് എ ഹൈറ്റ് എച്ച് ഫ്രം ദ സർഫസ്. ഓക്കെ, സർഫസിൽ നിന്ന് എച്ച് ഹൈറ്റിലുള്ള പോയിന്റാണ് പി. ലെറ്റ് ആർ ഇ ബി ദ റേഡിയസ്. ആർ ഇ എന്ന് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഇ സഫിക്സ് ആണ്. റേഡിയസ് ആർ ഇ എന്ന് വിചാരിക്കുക. ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ജി അറ്റ് ദിസ് ഹൈറ്റ്? ഇതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. പി എന്ന പോയിന്റിൽ അല്ലെങ്കിൽ ഒരു മാസ് പി എന്ന പോയിന്റിൽ വെച്ച് കഴിഞ്ഞാൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തായിരിക്കും? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഈ ഒരു റിലേഷൻ ദാറ്റ് ഗീവ്സ് ദി വാല്യൂ ഓഫ് ജി അറ്റ് എ പോയിന്റ് ഓൺ ദി സർഫസ് ഓഫ് എർത്ത്. എർത്തിൻ്റെ സർഫസിലുള്ള ഒരു പോയിന്റിലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ ആണ് ജി ഈക്വൽ ടു ജി എം ഇ ഡിവൈഡഡ് ബൈ re സ്ക്വയർ. നൗ അറ്റ് ഹൈറ്റ് എച്ച്, എച്ച് ഹൈറ്റിൽ ഉള്ള വാല്യൂ നമുക്ക് ജി ഓഫ് എച്ച് എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ജി ഓഫ് എച്ച് ഈക്വൽ ടു ജി എം ഇ ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? ഡിസ്റ്റൻസ്. അതായത് ഹൈറ്റ് എച്ച് ആണ്, പി ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ്. ഈ പോയിന്റും സെൻറ്റർ ഓഫ് എർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, പോയിന്റ് പിയും സെൻറ്റർ ഓഫ് എർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? ആർ ഇ പ്ലസ് എച്ച്. സോ യു ക്യാൻ റൈറ്റ് ജി ഓഫ് എച്ച് ഈക്വൽ ടു ജി എം ഇ ഡിവൈഡഡ് ബൈ ആർ ഇ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ. ഇതായിരിക്കും അറ്റ് ഹൈറ്റ് എച്ച് ദ വാല്യൂ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഈ ജി ഓഫ് എച്ച് എന്നുള്ള ഈ ഒരു എക്സ്പ്രഷൻ നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാം. സോ യുൽ ഗെറ്റ് ജി ഓഫ് എച്ച് ഈക്വൽ ടു ജി എം ഇ ഡിവൈഡഡ് ബൈ ആർ ഇ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എച്ച് ബൈ ആർ ഇ ദ ഹോൾ സ്ക്വയർ. എന്താ ചെയ്താൽ നോക്കൂ, ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ആർ ഇ എന്നുള്ള ഒരു ടേം പുറത്തേക്ക് എടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ആർ ഇ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ആർ ഇ പുറത്തേക്ക് എടുത്ത് കഴിയുമ്പോൾ ആർ ഇ സ്ക്വയർ തന്നെ എഴുതണമല്ലോ, കാരണം ഇത് എല്ലാത്തിനും സ്ക്വയർ കോമൺ ആണ്. സോ ആർ ഇ സ്ക്വയർ പുറത്തേക്ക് എടുത്തു. സ്ക്വയർ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ജി ഇൻറ്റു 1 പ്ലസ് എച്ച് ബൈ ആർ ഇ ഓൾ റേസ് ടു -2. ഡിനോമിനേറ്ററിൽ ഓൾ സ്ക്വയർ, അത് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 1 പ്ലസ് എച്ച് ബൈ ആർ ഇ ഓൾ റേസ് ടു -2. ഇനി ഈ ഒരു ഇക്വേഷനിൽ സപ്പോസ് എച്ച് മച്ച് ലെസ് ദാൻ ആർ ഇ, അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഹൈറ്റ് റേഡിയസ് ഓഫ് എർത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണെന്ന് വിചാരിക്കുക. റേഡിയസ് ഓഫ് എർത്ത് നമുക്കറിയാം വളരെയധികം കിലോമീറ്റേഴ്സ് ആണ്. അല്ലെങ്കിൽ എച്ച് ബൈ ആർ ഇ മച്ച് ലെസ് ദാൻ 1. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ വി ക്യാൻ യൂസ് ദ ബൈനോമിയൽ expression 1 plus x all raised to -2 equal to 1 minus 2x plus etc. ഓക്കെ, രണ്ട് ടേംസ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ, ഒരുപാട് ടേംസ് ഇനിയും ഉണ്ട്. ഓക്കെ, ബാക്കിയുള്ള ടേംസൊക്കെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. എന്താ കാരണം? എച്ച് ബൈ ആർ ഇ തന്നെ വളരെ ചെറുതാണ്. 1നെ കമ്പയർ ചെയ്യുമ്പോൾ എച്ച് ബൈ ആർ ഇ വളരെ ചെറുതാണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ ടേംസ്, ക്യൂബ് ടേംസ് ഒക്കെയാണ് ഇനി വരിക. അതൊക്കെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. So 1 plus x all raised to -2 equal to 1 minus 2x എന്നുള്ള ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. വേർ x equal to h by r e. Okay, xന് പകരം h by r e. So the equation becomes, ഇപ്പം നമുക്കുള്ളത് g into 1 plus h by r e the whole raised to -2 ആണ്. ഇവിടെയാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. So we have the equation g of h is equal to g into 1 minus 2x, 2 into h by r e. Okay, g of h means the value of acceleration due to gravity at height h, g of h equal to g into 1 minus 2h by
RE. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ക്ലിയർ ആണ് വാല്യൂ ഓഫ് G എന്ത് സംഭവിക്കുന്നു? വിത്ത് റെസ്പെക്ട് ടു ഹൈറ്റ് the value of acceleration due to gravity decreases. Okay, for small value of h the value of G decreases by how much factor? 1 minus 2h by RE. അല്ലെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ എഴുതാലോ, G minus G into 2h by RE. അപ്പോൾ മുകളിലേക്ക് പോകും തോറും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ കുറയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വിൽ കൺസിഡർ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ബിലോ ദ സർഫസ് ഓഫ് എർത്ത്, അതായത് അറ്റ് എ ഡെപ്ത്, സർഫസിൽ നിന്ന് ഒരു ഡെപ്തിലുള്ള പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ഹിയർ യു ഹാവ് ദ എർത്ത്, കൺസിഡർ ചെയ്യുന്ന മാസ് അറ്റ് എ ഡെപ്ത് D ഫ്രം ദി സർഫസ്, സർഫസിൽ നിന്ന് D ഡെപ്തിലുള്ള ഒരു പോയിൻ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ പോയിന്റിൽ സപ്പോസ് യു ആർ പ്ലേസിങ് എ സ്മോൾ മാസ് M. സോ ഹിയർ യു ഹാവ് എ സ്മോൾ മാസ് M. ഈ ഒരു മാസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന വാല്യൂ ഓഫ് G എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വി ഹാവ് മാസ് ഓഫ് ദ എർത്ത് ME. ME എന്നുള്ളത് നമുക്കിങ്ങനെ എഴുതാലോ, മാസസ് വോളിയം ഇൻറ്റു ഡെൻസിറ്റി. വോളിയം ഒരു സ്ഫെറിക്കൽ ഷേപ്പിലാണ് നമ്മൾ എർത്ത് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എർത്തിൻ്റെ വോളിയം എന്ന് പറയുന്നത് സ്ഫിയറിൻ്റെ വോളിയം 4/3 പൈ RE ക്യൂബ് ഇൻറ്റു ഡെൻസിറ്റി റോ. അതാണ് മാസ്, ടോട്ടൽ മാസ് ഓഫ് ദ എർത്ത്. ഇനി ഇവിടെ MS എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ഈ ഇന്നർ സ്ഫിയറിൻ്റെ മാസ്സാണ്, സ്മോൾ സ്ഫിയറിൻ്റെ മാസ്. കാരണം നമ്മുടെ ബോഡി ഉള്ളത് D ഡെപ്തിലാണ്, സർഫസിൽ നിന്ന് D ഡെപ്തിലാണ് ഈ ബോഡി വെച്ചിട്ടുള്ളത്, M മാസ്സുള്ള ബോഡി. ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ മീൻസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഈ ഒരു ബോഡി എന്നുള്ളത് ഈ ഔട്ടർ ഷെല്ലിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഈ പുറത്തെ മാസ് കാരണം ഇവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ ഫോഴ്സ് ഉണ്ടാവില്ല. മാസ് M is situated just outside this inner sphere. അപ്പോൾ there is a force due to this inner sphere. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ MS കണ്ടുപിടിക്കുന്നത്. MS എന്ന് പറയുന്നത് എന്താ? മാസ് ഓഫ് ദിസ് സ്മോൾ സ്ഫിയർ. വാട്ട് ഇസ് ദാറ്റ് ഈക്വൽ ടു? അഗൈൻ വോളിയം ഇൻറ്റു ഡെൻസിറ്റി. വോളിയം എന്താ? 4/3 പൈ ഇൻറ്റു റേഡിയസ്. റേഡിയസ് ഈ ചെറിയ സ്ഫിയറിൻ്റെ റേഡിയസ്. ചെറിയ സ്ഫിയറിൻ്റെ റേഡിയസ് എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? ടോട്ടൽ റേഡിയസ് ഇതാണ് RE. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഡെപ്താണ്. സോ RE മൈനസ് D. ഇതാണ് ചെറിയ സ്ഫിയറിൻ്റെ റേഡിയസ്. ഓക്കെ, RE മൈനസ് D, ദിസ് ഡിസ്റ്റൻസ് RE മൈനസ് D, അതായിരിക്കും ചെറിയ സ്ഫിയറിൻ്റെ റേഡിയസ്. സോ 4/3 പൈ RE മൈനസ് D ഓൾ ക്യൂബ് ഇൻറ്റു ഡെൻസിറ്റി സെയിം ആണ്. എർത്തിൻ്റെ ഡെൻസിറ്റി യൂണിഫോം ഡെൻസിറ്റി ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. സോ RE മൈനസ് D ഓൾ ക്യൂബ് ഇൻറ്റു റോ. നോ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് MS by ME. വാട്ട് ഇസ് MS by ME? ഈ രണ്ട് മാസ് കൺസിഡർ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ME എന്ന് പറയുന്നത് ടോട്ടൽ മാസ് ഓഫ് ദ എർത്ത് ആണ്. MS എന്നത് ഈ ഉള്ളിലെ ചെറിയ സ്ഫിയറിൻ്റെ മാസ്സാണ്. അപ്പോൾ MS by ME ഈ ഒരു ഇക്വേഷൻ, ദിസ് ഇക്വേഷൻ ഡിവൈഡഡ് ബൈ ദിസ് ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 4/3 പൈ ക്യാൻസൽ ചെയ്യും, റോ ക്യാൻസൽ ചെയ്യും. ബാക്കിയുള്ളത് എന്താ? RE മൈനസ് D ദ ഹോൾ ക്യൂബ് ഓൾ ഡിവൈഡഡ് ബൈ RE ക്യൂബ്. ഓക്കെ, ഇതാണ് MS by ME. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. Now consider force on mass M at depth D. Mass M ൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. Now let it be F of D. F of D എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് നമുക്ക് ഇക്വേഷൻ ഉണ്ട് GMM by R², അല്ല GME M by R². ഇവിടെ GME നമുക്ക് ആവശ്യമില്ല, ടോട്ടൽ മാസ് നമുക്ക് വേണ്ട, ആ ഇന്നർ സ്ഫിയറിൻ്റെ മാസേ വേണ്ടൂ. സോ GMS ഇൻറ്റു മാസ് ഓഫ് ദ ബോഡി M ഡിവൈഡഡ് ബൈ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന M മാസുള്ള ബോഡിയും സെൻറ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് RE മൈനസ് D. സോ GMS M by RE minus D the whole square. Now from 1 we will get MS equal to first equation. First equation നോക്കൂ, ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഇതിൽ നിന്ന് MS-നുള്ള ഇക്വേഷൻ എഴുതാലോ. വാട്ട് ഇസ് MS? RE minus D the whole cube divided by RE cube into ME. ഓക്കെ, ഇതിൽ നിന്ന് MS-നുള്ള ഇക്വേഷൻ അതാണ് നമ്മളിവിടെ എഴുതിയത്. ME into RE minus D whole cube divided by RE cube. That you can substitute here. Substitute for MS in equation 2. So F of D equal to G M by RE minus D the whole square into
എംഎസിന് പകരം എം ഇ ഇൻറ്റു ആർ ഇ മൈനസ് ഡി ഓൾ ക്യൂബ് ഡിവൈഡഡ് ബൈ ആർ ഇ ക്യൂബ്. ഓക്കെ, അത് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. നോക്കൂ, ജി എം ബൈ ആർ ഇ മൈനസ് ഡി ഓൾ സ്ക്വയർ ഇൻറ്റു എം ഇ ഇൻറ്റു ആർ ഇ മൈനസ് ഡി ഓൾ ക്യൂബ് ഡിവൈഡഡ് ബൈ ആർ ഇ ക്യൂബ്. ഇവിടെ ആർ ഇ മൈനസ് ഡി ഓൾ സ്ക്വയർ ഉണ്ട്, ഇവിടെ ഓൾ ക്യൂബ് ഉണ്ട്. അപ്പോൾ ഓൾ സ്ക്വയർ ഇവിടെ ക്യാൻസൽ ചെയ്യാം. സോ യു ഗെറ്റ് ജി എം ഇ എം ഇൻറ്റു ഇവിടെ ക്യൂബും സ്ക്വയറും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആർ ഇ മൈനസ് ഡി ഉണ്ടാവും ഡിവൈഡഡ് ബൈ ആർ ഇ ക്യൂബ്. ഓക്കെ, നൗ വാട്ട് ഈസ് ദാറ്റ്? ജിയുടെ വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത്. ഫോർ ദാറ്റ് വി ഹാവ് ദ റിലേഷൻ എഫ് ഈക്വൽ ടു എം ജി ഓർ ജി ഈക്വൽ ടു എഫ് ബൈ എം. ഈ ഒരു ഇക്വേഷൻ നമുക്കറിയാമല്ലോ, ജി ഈക്വൽ ടു എഫ് ബൈ എം. ആ ഒരു റിലേഷൻ നമ്മളിവിടെ ഉപയോഗിക്കുന്നു. ജി ഓഫ് ഡി ഈക്വൽ ടു എഫ് ഓഫ് ഡി ബൈ എം. അതിനാണ് ജിയുടെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോഴ്സ് എടുത്തിട്ടുള്ളത്. സോ ജി ഓഫ് ഡി ഈക്വൽ ടു എഫ് ഓഫ് ഡി ഡിവൈഡഡ് ബൈ എം, ഓർ ദറ്റ് ഈസ് ജി എം ഇ ബൈ ആർ ഇ ക്യൂബ് ഇൻറ്റു ആർ ഇ മൈനസ് ഡി. ഇതേ കാര്യം തന്നെയാണ് ഇവിടെ ചെയ്തത്, എം കൊണ്ട് ഡിവൈഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. സോ ജി എം ഇ ഇൻറ്റു ആർ ഇ മൈനസ് ഡി ഡിവൈഡഡ് ബൈ ആർ ഇ ക്യൂബ്. ഈ ഒരു ഇക്വേഷൻ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് എഴുതാണ്, അതായത് ഒന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലേക്ക്. ജി ഓഫ് ഡി ഈക്വൽ ടു ജി എം ഇ ബൈ ആർ ഇ സ്ക്വയർ ഇൻറ്റു ആർ ഇ മൈനസ് ഡി ഡിവൈഡഡ് ബൈ ആർ ഇ. അതായത് ആർ ഇ ക്യൂബ് എന്ന് ഡിനോമിനേറ്ററിലുണ്ട്, ഈ ഇക്വേഷനിൽ ആർ ഇ ക്യൂബാണ് ഡിനോമിനേറ്ററിൽ. അത് ആർ ഇ സ്ക്വയറെന്നും ആർ ഇ എന്നുള്ള രീതിയിൽ എഴുതി. എന്തിനാണ് അങ്ങനെ എഴുതിയത്? ജി എം ഇ ബൈ ആർ ഇ സ്ക്വയർ ഇസ് ജി, ഇത് നമുക്കറിയാം. ഓക്കെ, ജി എം ഇ ബൈ ആർ ഇ സ്ക്വയർ ഇറ്റ് ഇസ് ജി. ബാക്കിയുള്ളത് ആർ ഇ മൈനസ് ഡി ഡിവൈഡഡ് ബൈ ആർ ഇ. അതെങ്ങനെ എഴുതാം? ആർ ഇ ഡിവൈഡഡ് ബൈ ആർ ഇ മൈനസ് ഡി ബൈ ആർ ഇ. So you'll get g of d equal to g into 1 minus d by r e. This is the acceleration due to gravity at a depth d below the surface. Surface il ninnu ullilekku d depth il ulla value of g aanidhu. That is g into, what is g? This g is acceleration due to gravity on the surface of earth into 1 minus d by r e. Now അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ താഴേക്ക് പോകും തോറും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ എന്താണ് വേരിയേഷൻ വരുന്നത്? ആസ് വി ഗോ ഡൗൺ ബിലോ ദ എർത്ത് സർഫസ്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസസ് ബൈ എ ഫാക്ടർ 1 മൈനസ് ഡി ബൈ ആർ ഇ. നമ്മൾ താഴേക്ക് പോകും തോറും വാല്യൂ ഓഫ് ജി കുറയുന്നു. ഓക്കെ, ബൈ എ ഫാക്ടർ 1 മൈനസ് ഡി ബൈ ആർ ഇ. സോ നേരത്തെ നമ്മൾ കണ്ട് മുകളിലേക്ക് പോകും തോറും വാല്യൂ ഓഫ് ജി കുറയുന്നു, ഇപ്പോൾ താഴേക്ക് പോകുന്തോറും വാല്യൂ ഓഫ് ജി കുറയുന്നു. ആ ഡിക്രീസിങ് ഫാക്ടർ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇവിടെ 1 മൈനസ് ഡി ബൈ ആർ ഇ ആണ്. അപ്പോൾ രണ്ടും കൂടി നമുക്ക് ഒരുമിച്ചൊന്ന് കമ്പയർ ചെയ്യാം. സോ ജി ഓഫ് എച്ച് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് 2h ബൈ ആർ ഇ, ദാറ്റ് ഇസ് അറ്റ് ഹൈറ്റ് എച്ച്, ഓർ ജി മൈനസ് ജി ഇൻറ്റു 2h ബൈ ആർ ഇ. അപ്പോൾ ഇതിങ്ങനെ എഴുതി എന്തിനാണെന്ന് വെച്ചാൽ കുറയുന്നു എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ജി ആണ് സർഫസിലുള്ളത്, മൈനസ് ഒരു ഫാക്ടർ. ഓക്കെ, ജി ഇൻറ്റു 2h ബൈ ആർ ഇ. അതുപോലെ തന്നെ ജി ഓഫ് ഡി ഇസ് ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ ഇ, ദാറ്റ് ഇസ് ജി മൈനസ് ജി ഇൻറ്റു ഡി ബൈ ആർ ഇ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും കണ്ടാൽ മനസ്സിലാവും. വിത്ത് റെസ്പെക്ട് ടു ഹൈറ്റ് വാല്യൂ ഓഫ് ജി ഡിക്രീസസ്, വിത്ത് റെസ്പെക്ട് ടു ഡെപ്ത് വാല്യൂ ഓഫ് ജി ഡിക്രീസസ്. അപ്പോൾ സർഫസിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയുന്നുണ്ട്. അതുപോലെ തന്നെ സർഫസിൽ നിന്ന് താഴേക്ക് ഡെപ്തിലേക്ക് പോകുന്തോറും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയാണ് ചെയ്യുന്നത്. സോ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇസ് മാക്സിമം ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത്, അല്ലേ? മാക്സിമം ഉണ്ടാകുന്നത് എവിടെയായിരിക്കും? എർത്തിൻ്റെ സർഫസിലായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ ജി ഈക്വൽ ടു ജി എം ഇ ഡിവൈഡഡ് ബൈ ആർ ഇ സ്ക്വയർ, ആൻഡ് ഡിക്രീസസ് ആസ് വി ഗോ അപ്പ് ഓർ ഡൗൺ. അപ്പോൾ സർഫസിനാണ് മാക്സിമം ജി ഉണ്ടാവുക. അവിടെ നിന്ന് മുകളിലേക്ക് പോകുന്തോറും ജി കുറയുന്നു, അതുപോലെ തന്നെ താഴേക്ക് പോകുന്തോറും ജി കുറയുന്നു. We will consider the variation in g with respect to height and depth. Okay, അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. Along x axis we consider the distance, the 0 means on the surface, then height, depth. Okay, ഈ ഒരു ഗ്രാഫ് ശ്രദ്ധിക്കുക. So on the surface it is maximum, right? And
it decreases as we go down the earth, as 1 minus d by re, decreases as we go down the earth. Also it decreases as we go above the earth. മുകളിലേക്ക് പോകുന്തോറും കുറയുന്നു, പക്ഷേ അത് ഈ ഒരു രീതിയിലാണ്. ഓക്കെ, ആ ഒരു കർവ് ലൈക്ക് ഷേപ്പാണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് കൂടുന്നതിനനുസരിച്ച് ഇത് സീറോയിലേക്ക് എത്തുന്നില്ല, പക്ഷേ വളരെ വളരെ കുറഞ്ഞു പോവാണ് ചെയ്യുന്നത്. എക്സ് ആക്സിസിന് പാരലലായിട്ടാണ് ഇവിടെ ഈ പാർട്ടിൽ നമുക്ക് ഗ്രാഫിൻ്റെ ഷേപ്പ് കിട്ടുന്നത്. അതേസമയം ഡെപ്തിൽ പോകുമ്പോൾ നോക്കൂ, ഇറ്റ് ബിക്കംസ് സീറോ അല്ലേ, ഒരു പെർട്ടിക്കുലർ ഡെപ്തിൽ സീറോ ആവുന്നുണ്ട്. അതേസമയം ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് സീറോ ആവുന്നില്ല, ബട്ട് it decreases and becomes very very small, almost zero but not equal to zero. Depth സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ it decreases and becomes zero. ഏത് ഡെപ്തിലായിരിക്കും സീറോ ആവുക? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഏത് ഡെപ്തിലായിരിക്കും സീറോ ആവുക? അറ്റ് ദ സെൻറ്റർ d ഈക്വൽ ടു re. അറിയാലോ, സെൻറ്റർ ആകുമ്പോൾ ഡെപ്ത് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? റേഡിയസിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഉള്ള വാല്യൂ നോക്കൂ, ജി ഡി ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡിക്ക് പകരം re എന്ന് തന്നെ കൊടുക്കാം. re ഡിവൈഡഡ് ബൈ re, ദറ്റ് ഈസ് ജി ഇൻറ്റു 1 മൈനസ് 1 ഈക്വൽ ടു 0. ഓക്കെ, സോ ജി അറ്റ് ദ സെൻറ്റർ ഓഫ് ദ എർത്ത്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ സെൻറ്റർ ഓഫ് ദ എർത്ത്, അതായത് വെൻ ഡി ഈക്വൽ ടു റേഡിയസ് ഓഫ് ദ എർത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ എർത്തിൻ്റെ സെൻറ്ററിലേക്ക് പോവുകയാണെങ്കിൽ വാല്യൂ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് 0. സോ വി ക്യാൻ റൈറ്റ് അറ്റ് ദ സെൻറ്റർ g ഈക്വൽ ടു 0. ഇനി അപ്പോൾ എന്തായിരിക്കും ഫോഴ്സ് ഓൺ എ ബോഡി ഓഫ് മാസ് m ഓർ വെയ്റ്റ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ എർത്ത്, ഇറ്റ് ഈസ് ഈക്വൽ ടു 0. എന്താ കാരണം? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0 ആണ്. അതുകൊണ്ട് തന്നെ എർത്തിൻ്റെ സെൻറ്ററിൽ ഒരു ബോഡിയുടെ വെയ്റ്റ് 0 ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.